ബിഗ് ബോസിന്റെ മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 50-ാം ദിനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പല രീതികളാണ് സീസൺ 6-ൽ കാണാൻ സാധിക്കുന്നത്. എവിക്ഷനിലൂടെ അല്ലാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പല താരങ്ങളാണ് സീസണിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത്. സിബിൻ, പൂജ തുടങ്ങിയവർ പുറത്തുപോയ സാഹചര്യത്തിൽ ഈ ആഴ്ചയിൽ എവിക്ഷൻ ഇല്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ്. അതായത് ആദ്യ വീക്കിൽ തന്നെ പുറത്തായ രതീഷ് കുമാർ ഷോയിലേക്ക് തിരിച്ചു കയറുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്തുപോയ ഒരു വ്യക്തിയാണ് രതീഷ്. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അദ്ദേഹത്തിന്റെ ഷോയിൽ നിന്നും പുറത്താക്കിയതെന്നടക്കമുള്ള സംശയങ്ങൾ പ്രേക്ഷകർ തന്നെ ഉന്നയിച്ചിരുന്നു. ബിഗ് ബോസിലേക്ക് തിരികെ കയറാനായി ചെന്നൈയിൽ എത്തിയെന്നാണ് വ്യക്തമാകുന്നത്. രതീഷ് ബിഗ് ബോസിലേക്ക് തിരികെ വരികയാണെങ്കിൽ ആദ്യം കണ്ട ഒരു രതീഷിനെ ആയിരിക്കില്ല എന്നത് ഉറപ്പാണ്. ആളുകൾക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന തരത്തിലുള്ള സംസാരങ്ങളോ പ്രവണതയോ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. താൻ ബിഗ് ബോസിൽ ചെയ്തിരുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. ബിഗ് ബോസിൽ കണ്ട ആളല്ല പുറത്ത് രതീഷ് എന്നും പലർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരികെ വരുന്ന രതീഷ് കുമാറിൽ ഒരു പ്രതീക്ഷയുമുണ്ട്. ഒരു ശക്തമായ മത്സരാർത്ഥിയായി രതീഷ് വരട്ടെ. പുറത്തുള്ള സമയത്ത് തന്നെ ഷോയിലേക്ക് തിരികെ പോകാനുള്ള ശക്തമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിനൊരു ഫലം കണ്ടുവെന്നാണ് നിലവിലെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നാണ് വിവരങ്ങൾ. അവതാരകൻ, ഗായകൻ എന്നീ നിലയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. വാൽക്കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകൻ കൂടിയായ ഇദ്ദേഹം അടുപ്പക്കാർക്കിടയിൽ പ്രിയപ്പെട്ട കണ്ണേട്ടനാണ്. ബിഗ് ബോസിലെത്തിയ രതീഷ് കുമാർ ആദ്യ ആഴ്ചയിൽ നിരവധി കണ്ടന്റുകൾ നൽകിയിരുന്നെങ്കിലും പ്രകടനം അരോചകമെന്ന ആക്ഷേപം ശക്തമായിരുന്നു. മാത്രമല്ല രതീഷ് കുമാറിന് പുറമെ മറ്റു പലരും വരുമെന്ന അഭ്യൂഹങ്ങളും നിലവിൽ വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്നു കാണാം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.